കേന്ദ്ര ബജറ്റിൽ കണ്ണും നട്ടിരിക്കുകയാണ് രാജ്യം. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയാവുകയാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ പുറത്തുവരാൻ. തുടർച്ചയായ 9ാമത്തെ കൊല്ലമാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇവിടെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. കേവലം 80 ദിവസം മാത്രമാണ് കേരളത്തിലടക്കമുള്ള 4 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ എന്നതാണ് എടുത്ത് ശ്രദ്ധേയമായി പറയേണ്ട കാര്യം. ആയതിനാൽ തന്നെ ഈ ബജറ്റിൽ BJP കൂടുതൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുമോ എന്നത് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തുടർച്ചയായി തന്നെ 9 വർഷം ബജറ്റ് അവതരണത്തിൽ പോലും ധനമന്ത്രി അവരുടെ വസ്ത്രധാരണത്തിൽ കൂടുതലധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. അത് എല്ലായ്പ്പോഴും ട്രെൻഡ് ആവുകയും വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അതിലെ കളറുകൾക്ക് പോലും ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നതാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഘടന കണക്കാക്കിക്കൊണ്ട് ബജറ്റ് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് പ്രവചിക്കാൻ പോലും കഴിയുമെന്നായിരുന്നു ചില നിരീക്ഷകർ അവകാശപ്പെട്ടിരുന്നത്. എന്തായാലും ഇത്തവണത്തെ ബജറ്റ് ദിനത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ധരിച്ചിരിക്കുന്നതാകട്ടെ ഒരു കാഞ്ചീപുരം സാരിയാണ്. അതാകട്ടെ പർപ്പിൾ കളർ കട്ടം കാഞ്ചീപുരം സാരിയാണ് എന്നതാണ് എടുത്തു പറയുന്ന കാര്യം. സ്വർണ്ണ നിറത്തിലുള്ള ചെക്കുകളും അതുപോലെ തന്നെ കോഫി ബ്രൗൺ കസവുമുള്ള സാരിയാണ് അവർ ധരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിർമ്മല സീതാരാമൻ ഒരു തമിഴ്നാട്ടുകാരിയാണ്. ആയതിനാൽ തന്നെ തമിഴ്നാടിൻ്റെ തനത് പൈതൃകത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ അവിടുത്തെ കൈത്തറിയിൽ നിർമ്മിച്ച കാഞ്ചീപുരം സാരിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എന്നത് വലിയൊരു കൗതുകം നിറഞ്ഞ വാർത്തയായി തന്നെ മാറുകയാണ്. ഇതിനു മുൻപ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ 8 ബജറ്റുകളും വിവിധ ഇന്ത്യൻ കൈത്തറി സാരി ഉടുത്തുകൊണ്ട് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിന് മുൻപുള്ള ബജറ്റുകളിൽ നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്ന വിവിധ സാരികൾ ഏതൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ 2019 അവർ പിങ്ക് മംഗൽഗിരി സാരിയാണ് ഉടുത്തത്. ഇവ കൊണ്ടുവന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. എന്നാൽ 2020 വരുമ്പോൾ നിർമ്മല സീതാരാമൻ ധരിച്ചത് ഒരു മഞ്ഞ സിൽക്ക് സാരിയാണ്. 2021 പല നിറങ്ങളുള്ള ഒരു പോച്ചമ്പള്ളി ഇക്കാത്ത് സാരിയാണ്. അത് തെലങ്കാനയിൽ നിന്നാണ് എത്തിയിരിക്കുന്നത്. 2022 വരുമ്പോൾ ബ്രൗൺ കളർ ബോങ്കെ ഒഡീഷ സാരിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 2023 ഒരു ചുമപ്പ് സിൽക്ക് സാരിയാണ് കൊടുത്തിരുന്നത്. 2024 ഫെബ്രുവരി 1 അന്നും ബജറ്റ് അവതരിപ്പിച്ചത്. ആ ബജറ്റ് അവതരിപ്പിച്ച ദിവസം നീല ടാസർ സിൽക്ക് കാന്ത എംബ്രോയ്ഡറിയിൽ വരുന്ന സാരിയായിരുന്നു കൊടുത്തത്. ഇവയാകട്ടെ പശ്ചിമ ബംഗാളിൽ നിന്നാണ് ഈ സാരി കൊണ്ടുവന്നിരിക്കുന്നത്. 2024 വരുമ്പോൾ ജൂലൈ മാസമാണ് അന്ന് ബജറ്റ് അവതരിപ്പിച്ചത്. അന്ന് വെള്ള മംഗൽഗിരി സാരിയാണ് അവർ കൊടുത്തിരുന്നത്. അത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കൊണ്ടുവന്നത്. 2025 വെള്ള കൈത്തറി സാരി, അത് മധുബനി ചിത്രപ്പണികളോട് കൂടിയ സാരിയായിരുന്നു. ഇവ എത്തിച്ചത് ബീഹാറിൽ നിന്നാണ്. ഇതിനെല്ലാം ഒടുവിലാണിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള കൈത്തറി നിർമ്മാണത്തിലുള്ള ഒരു സാരി ഉടുത്ത് നിർമ്മല സീതാരാമൻ ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായി തന്നെ എത്തിയിരിക്കുന്നത്. അതേസമയം ഇത്തവണത്തെ ബഡ്ജറ്റ് അവതരണം ഫെബ്രുവരി 1 അതായത് ഇന്ന് ഞായറാഴ്ചയാണ് അവതരിപ്പിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ ഞായറാഴ്ചയ്ക്ക് വലിയൊരു പ്രത്യേകതയുമുണ്ട്. 1999 ശേഷം ആദ്യമായിട്ടാണ് രാജ്യത്ത് ഇപ്പോൾ പൊതു ബഡ്ജറ്റ് ഞായറാഴ്ച അവതരിപ്പിക്കുന്നത് എന്നതാണ് എടുത്തു പറയുന്ന ശ്രദ്ധേയമായ കാര്യം. സാധാരണയായി തന്നെ പ്രവൃത്തി ദിവസങ്ങളിലാണ് ബജറ്റ് അവതരിപ്പിക്കാറുള്ളത്. എന്നാൽ ഇത്തവണത്തെ കലണ്ടർ പ്രകാരം ഫെബ്രുവരി 1 ഞായറാഴ്ച ആയതിനാൽ തന്നെ അവധി ദിനത്തിൽ തന്നെ ബജറ്റ് അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അവിടെ തീരുമാനമെടുക്കുകയായിരുന്നു. ഇതിനു മുൻപേ പറഞ്ഞതുപോലെ തന്നെ 1999 ഇത്തരത്തിൽ ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്, അതും ഒരു ഞായറാഴ്ച ദിവസം. അന്ന് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിലെ ധനമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹയാണ് അന്ന് ബജറ്റ് അവതരിപ്പിച്ചത്. അതിനുശേഷം നീണ്ട 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ കീഴ്വഴക്കം വീണ്ടും ആവർത്തിക്കുന്നത്. ഞായറാഴ്ചയാകട്ടെ ഓഹരി വിപണികൾക്ക് അവധി ആയതിനാൽ തന്നെ ബജറ്റ് പ്രഖ്യാപനത്തോടെയുള്ള വിപണിയുടെ താൽക്കാലിക പ്രതികരണം ഇത്തവണ ഉണ്ടാകില്ല എന്നതായിരുന്നു മുൻപ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇന്ന് ഓഹരി വിപണി തുറന്ന് പ്രവർത്തിക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തു തന്നെയായാലും രാജ്യം വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഇത്തവണത്തെ ബഡ്ജറ്റ് എന്താകുമെന്ന് അറിയാനായിട്ട് തന്നെ കാത്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.